ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ദീപാവലി പോലുള്ള ആഘോഷ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്വീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസ്സും ഒന്ന് മൂത്ത് വരുമ്പോൾ കോരി മാറ്റാം. ആദ്യം നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവ ചേർക്കാം. ഞാനിപ്പോൾ എടുത്തത് വറുക്കാത്ത റവയാണ്. വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ റവ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട്, അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തത് വലിയ ഏത്തപ്പഴമാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏത്തപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പം കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർക്കണം. 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ കപ്പിൽ തന്നെ പഞ്ചസാരയും പാലും അളന്നെടുക്കണം. 2.5 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് സമയം വെക്കരുത്. ഒരു 3 മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ ഈ റവയിൽ നന്നായിട്ട് പാലെല്ലാം നന്നായിട്ട് പിടിച്ച് വരും. അതിനുശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിൽ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാം. ബൗളിൽ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാനാണെങ്കിൽ ഈ പരുവത്തിൽ കഴിക്കാനായിട്ട് എടുക്കാം. അതല്ല കുറച്ചുകൂടെ കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ സ്വീറ്റ് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ ബൗളിലും കൂടെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഈ 3 പാത്രത്തിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത്. ഇതുപോലെ സെറ്റ് ചെയ്ത് തണുപ്പിക്കണമെന്നൊന്നുമില്ല. ചൂടായിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാം. അതല്ല തണുത്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ തണുത്തിട്ടാണ് എടുക്കുന്നത്. തണുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് ഇളകി വരും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ചെറിയ ബൗളിൽ വെച്ചതും അതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.